എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മല്ലു ജംഗ്ഷന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുവൈറ്റ് എമോച്ചിന്റെ കുറേ ഇൻഫർമേഷൻസ്, അപ്പോൾ അതുപോലെ കുവൈറ്റ് എമോച്ചിന്റെ കുറേ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയുടെ താഴെ കുറേ കമന്റുകൾ വന്നിട്ടുണ്ട്. തന്നെ കുറേ പേരൊക്കെ മെയിൽ അയച്ച് നമുക്ക് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുറേ കമന്റിനൊക്കെ ഞാൻ റിപ്ലൈകൾ നൽകി, കുറേ കമന്റിനൊന്നും റിപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ കുറേ ഇൻഫർമേഷൻസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ലൈക്കിലൂടെ ഒരു കമന്റിലൂടെ നമ്മൾ അറിയിക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമാകും എന്ന് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ ഏറ്റവും പുതിയ ഇൻഫർമേഷനിലേക്ക് നേരെ കിടക്കാം. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ ചെയ്തിരിക്കുന്ന കമന്റുകൾക്കുള്ള റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്കൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ലോക്കൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ലോക്കൽ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഒരു 2 മാസം മുമ്പ് വരെയൊക്കെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം മേടിച്ച് വെച്ച് അങ്ങനെ മേടിച്ച് വെച്ചവരുടെ NOCയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പം നിലവിൽ റിക്രൂട്ട്മെന്റിന്റെ പറ്റി ഈ ഇന്റർവ്യൂവിനെ പറ്റി പൊതുവെ ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് എന്ന് കരുതി തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇന്റർവ്യൂ നടക്കില്ല എന്ന അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെയിലുകൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ള കാര്യമാണ്. പ്രസന്റ് സിറ്റുവേഷൻ ആണ് പറയുന്നത്. പ്രസന്റ് സിറ്റുവേഷനിൽ എല്ലാ മേഖലയിലും, അതായത് ഇപ്പോൾ നാട്ടിൽ നിന്ന് എടുക്കുന്ന റിക്രൂട്ട്മെന്റ് ആണെങ്കിലും ലോക്കലി എടുക്കുന്ന റിക്രൂട്ട്മെന്റ് ആണെങ്കിലും ഒന്ന് ഡള്ളായിട്ട് നിൽക്കുന്ന സമയമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെയിൽ എപ്പോഴും ചെക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. ഇപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇന്റർവ്യൂ ആൾക്കാരെ എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുക? ഈ മെയിൽ ത്രൂ ആണ് നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു PJ നമ്പർ എനിക്ക് കിട്ടി, അതിനുശേഷം എനിക്ക് യാതൊരു തരത്തിലുള്ള റിപ്ലൈയും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് PJ നമ്പർ കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്നുള്ള കാര്യമാണ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കോളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത്. അതിപ്പോൾ ലോക്കൽ ആണെങ്കിലും ശരി, ഈ പറഞ്ഞ നാട്ടിൽ നിന്നുള്ളവരാണെങ്കിലും ശരി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ള കാര്യമാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ ഇന്റർവ്യൂ ഒന്നും എടുക്കുന്നില്ല, ഇനി ഒരു ഇന്റർവ്യൂ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്, നിലവിൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വളരെ സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമൊക്കെ വിളിച്ച് നടത്തുന്ന ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ വരാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ മെയിലിൽ നിങ്ങൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കാനായിട്ട് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. ഇതാണ് നിലവിലെ ഇന്റർവ്യൂവിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ലോക്കലാണെങ്കിലും നാട്ടിൽ. അടുത്തൊരു കമന്റ് ആണ്, എന്റെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൽ എബോ ആവറേജ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. മെയിൽ അയച്ചു കൊടുത്തപ്പോൾ MOHൽ നിന്നും നോട്ട് വാലിഡ് എന്ന് പറഞ്ഞ് റിപ്ലൈ വന്നു. എന്താണ് ചെയ്യാൻ പറ്റുക? പ്ലീസ് റിപ്ലൈ ബ്രദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ പഠിച്ച കോളേജിൽ നിന്നാണ്. ഇപ്പോൾ കോളേജുകൾ പൂട്ടിപ്പോയ സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെടാം. അവിടെ നമ്മുടെ കോളേജിന്റെ ഏതൊരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരുന്നതാണ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ബാംഗ്ലൂരൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ, നമ്മൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിച്ചതെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പ്രോബ്ലം MOHൽ ഇൻഫോം ചെയ്തു. MOH പറഞ്ഞത് അത് നോട്ട് വാലിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് എന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. കാര്യം ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അനുസരിച്ചാണ് നിങ്ങളുടെ സാലറി നിർണ്ണയിക്കപ്പെടുന്നത്. നിങ്ങൾ ഏത് ഗ്രേഡിലാണ് എന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിങ്ങൾ കുവൈറ്റിലോട്ട് വന്നിട്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾ ആദ്യമായി കുവൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ എംബസിയിൽ കൊടുത്ത് നിങ്ങളത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലും ഇവിടെ നിന്ന് കയറുന്നവരാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഇവിടുത്തെ എംബസിയിൽ കൊണ്ട് കൊടുത്ത്, എംബസിയുടെ ഒരു അണ്ടറിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ പോലെ ഉള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റ് ഒരു 10-12 KD കൊടുത്ത് നമ്മളിത് മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ MOHൽ സബ്മിറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് കിട്ടുന്ന ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ മറ്റേ ലെറ്റർ പാഡിൻ്റെ അകത്ത് സീൽ ചെയ്ത് സൈൻ ചെയ്ത് അവർ തരുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അത് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ. അപ്പോൾ ആ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മുടെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രോസസ്സ് എല്ലാം ഡിലേ ആകും എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് നാട്ടിൽ നിന്ന് ഒപ്പിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എബോ ആവറേജ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. സോ അത് എന്ന് പറയുന്നത്
പറയുന്നത് അങ്ങനെ സാധിക്കത്തില്ല. നമ്മുടെ ഒരു എക്സലൻസ് ലെവൽ അവർ മെൻഷൻ ചെയ്യണം. ഇപ്പോൾ ഗുഡ് ആണോ, വെരി ഗുഡ് ആയിരുന്നോ, അല്ലെങ്കിൽ അതിലും താഴെയുള്ള ഏതെങ്കിലും ആയിരുന്നോ എന്നുള്ള മെൻഷൻ. ഇപ്പോൾ എബോ ആവറേജ് എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നത് ഏത് ഗ്രേഡാണ് എന്ന് ഇവർക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് അവർ നോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് മാത്രമേ ആ ഒരു കാര്യത്തിൽ പറയാനായിട്ടുള്ളൂ. കമന്റ് വായിക്കാം. ചേട്ടാ, നാട്ടിൽ നിന്നും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന് കൊടുക്കുമ്പോൾ SDM നോട്ടറി MEA പ്ലസ് കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷൻ ആണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ താഴെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങൾ ചെയ്യുമ്പോൾ, അതായത് അറ്റസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റാതിരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ SDM മാത്രം ചെയ്തിട്ട് അല്ലെങ്കിൽ MEA മാത്രം ചെയ്തിട്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് യാതൊരു തരത്തിലുള്ള വാല്യൂവും ഇല്ല. കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷൻ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. കാര്യം ഇവിടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വിടുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. പണ്ട് ഇതെന്ന് പറഞ്ഞ ഡേറ്റ ഫ്ലോ ആയിരുന്നു. ആ ഡേറ്റ ഫ്ലോ ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡേറ്റ ഫ്ലോ എന്ന് പറയുന്ന സംഭവം നിലവിലില്ല. ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ആൻഡ് ലോവർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ സപ്പോസ് ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വിത്തിൻ ഒരു 3 monthsനുള്ളിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഹയർ ആൻഡ് ലോവർ ചെയ്യാനായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഈ കുവൈറ്റിന്റെ ഒരു വെരിഫിക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്താണ് നമ്മൾ ഈ അറ്റസ്റ്റേഷൻ ചെയ്തതിൻ്റെയൊക്കെ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും തരത്തിൽ വാലിഡ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് കൊണ്ടുവരേണ്ടതും നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്വമാണ്. ഇവിടെ വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി അത് ബാധിക്കുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ MEA മാത്രം ചെയ്ത് ട്രാവൽ ചെയ്യാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ മെയിൽ വന്നായിരുന്നു MEA മാത്രം ചെയ്താൽ മതി എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് നാട്ടിൽ സമയം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാനായിട്ട് മാത്രം ശ്രമിക്കുക. കംപ്ലീറ്റ് ചെയ്തിട്ട് വരാനായിട്ട് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ വന്നതിന് ശേഷമാണ് നിങ്ങളുടെ പ്രോസസ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ പിറ്റേ ദിവസം നിങ്ങളുടെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേ മുതൽ നിങ്ങളുടെ പ്രോസസ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുള്ള കാര്യമാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഡേറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേയിൽ തന്നെ നിങ്ങൾ പോയിട്ട് ജോയിൻ ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ അവർ പറയും നിങ്ങളുടെ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് വരാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫോട്ടോ കോപ്പി നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കാതിരിക്കുക. കാര്യം ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഇവിടെ വന്ന് നമ്മൾ മോഫ സ്റ്റാമ്പിങ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. 5 കിടിയുടെ മോഫ സ്റ്റാമ്പിങ് ചെയ്യണം. അപ്പോൾ ആ 5 കിടിയുടെ സ്റ്റാമ്പിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടും ബാക്കും കളർ കോപ്പി എടുത്ത് കൊടുക്കാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പോഴേ ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് വരുന്നവർ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പി എടുത്തോണ്ട് വരണമെന്നില്ല. ഈ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഇവിടെ വന്നതിന് ശേഷം കോപ്പി എടുത്താൽ മതി. ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നാട്ടിൽ നിന്ന് കോപ്പി എടുത്തിട്ട് വരിക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അറ്റസ്റ്റേഷൻ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. ആ നമ്പറിൽ വിളിച്ച് അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ ഡൗട്ടും കാര്യങ്ങളെല്ലാം തന്നെ അവർ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ അറ്റസ്റ്റേഷൻ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഏജൻസിയാണ്. നിങ്ങൾ ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തരുന്നതാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കും. ഒരു കമന്റ് എന്ന് ഞാൻ വായിക്കാം. MOH അപ്ലൈ ചെയ്തു, ഇന്റർവ്യൂ ആയില്ല, ബട്ട് അണ്ടർ MOH സെലക്ട് ആയിട്ടുണ്ട്. അണ്ടർ MOH നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. MOHും അണ്ടർ MOHും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് അറിയുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കാര്യം അണ്ടർ MOH എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊമോട്ട് ചെയ്ത ഒരു സംഭവമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ MOHന് അണ്ടർ തന്നെ ആയിരിക്കാം. ഒരു കമ്പനി നിങ്ങളെ ഹയർ ചെയ്യുന്നു, ആ കമ്പനിയാണ് നിങ്ങളെ കുവൈറ്റ് MOHലോട്ട് വർക്ക് ചെയ്യാനായിട്ട് വിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കമ്പനിക്ക് നല്ല രീതിയിലുള്ള സാലറിയും കാര്യങ്ങളും ഈ MOHന്റെ ഭാഗത്തുനിന്ന് മേടിച്ച് നിങ്ങൾക്ക് തരുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ വളരെ തീരെ കുറഞ്ഞ ശമ്പളമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് വർക്ക് ലോഡിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ MOH സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും ഈ പറഞ്ഞ അണ്ടർ MOHലോട്ട് നിങ്ങൾ പോകാതിരിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം കിട്ടുന്ന ശമ്പളം കുറവാണ്. ഈ പറഞ്ഞതുപോലെ വർക്കിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, സെയിം വർക്കുകൾ തന്നെയാണ്. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക, MOH തന്നെ കയറാനായിട്ട് ട്രൈ ചെയ്യുക. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്ത് നോക്കുക. മാക്സിമം MOH തന്നെ കയറാൻ ശ്രമിക്കുക. അണ്ടർ MOH അവോയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ചേട്ടാ, വിസ പ്രോസസ്സിങ് എത്ര മന്ത്സ് ആണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്, വിസയുടെ പ്രോസസ്സിങ് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരു 4 to 5 months എങ്കിലും ടൈം എടുക്കും നിങ്ങളുടെ വിസയുടെ പ്രോസസ്സ് ഫുള്ളി കംപ്ലീറ്റ് ആകാനായിട്ട്, ഒരു വിസ നിങ്ങളുടെ കയ്യിൽ കിട്ടാനായിട്ട്. കാര്യം നിങ്ങളുടെ മെഡിക്കലും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അതിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷമുള്ള ഒരു ടൈം പീരീഡാണ് ഈ പറയുന്നത്. നിങ്ങൾ സാവകാശം വെയിറ്റ് ചെയ്യുക. വിസ വന്നു കഴിഞ്ഞാൽ അതിന് 3 മാസത്തെ വാലിഡിറ്റി ഉണ്ട്. ആ 3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കയറി വരേണ്ടതായിട്ടൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ വരുന്നതിന്
ഇങ്ങനെ ഒരു ടൈം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വിസ കളർ കോപ്പിയുള്ള ഷോർട്ട് വീഡിയോ ഒന്ന് ഇടാമോ? ഡിസ്ക്രിപ്ഷനിൽ കാണുന്നില്ല. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടാൻ എനിക്ക് സാധിച്ചില്ല. തീർച്ചയായിട്ടും ഞാനത് ഈ വീഡിയോയുടെ താഴെ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിസ വന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ കളർ കോപ്പി എടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. കുവൈറ്റ് വിസ എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് നാളെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുവൈറ്റ് വിസ എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ ഞാൻ ജിഗറിനാണ്. എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ആളുടെ അടുത്ത് പോയിട്ട് ഹോസ്പിറ്റലിൽ നേരിട്ട് ചെന്ന് അന്വേഷിച്ച് ജോലിക്ക് കയറാനായിട്ട് സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് കുവൈറ്റിൽ നേരത്തെ ജോലിക്ക് കയറിയിരുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്. കുവൈറ്റ് പ്രൊമോട്ടറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാല്യൂ ആണ്. ഇവിടെ വന്നിട്ട് ജോലി കണ്ടുപിടിക്കാനായിട്ട് യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു പണ്ടൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കുവൈറ്റ് പ്രൈവറ്റ് അതുപോലെ ക്ലിനിക്കുകളിലെല്ലാം തന്നെ നേഴ്സുമാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാര്യം ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞതോട് കൂടിയിട്ട് ഈ പറഞ്ഞ പ്രൈവറ്റ് ക്ലിനിക്കിലും ഹോസ്പിറ്റലിലൊക്കെ വരുന്ന പേഷ്യൻ്റെ എണ്ണം തീരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് തന്നെ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കുവൈറ്റിലുള്ളത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് പ്രൊമോട്ടറി വാലിഡ് ആയിട്ടുള്ള പ്രൊമോട്ടറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നതിന് ശേഷം ജോലി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മാത്രമേ പറയുന്നുള്ളൂ. ഏറ്റവും നല്ലത് നിങ്ങൾ കുവൈറ്റ് MOH തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം അതൊന്ന് നോക്കുക എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ വന്ന് കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് മാറ്റി കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയാനുള്ളത്, ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും ഡിപ്പെൻസ് ആണ്, ഓരോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണോ കയറുന്നത് അവിടുത്തെ SDU ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. നിങ്ങളുടെ ഇവിടെ വന്നതിന് ശേഷം ഒരു ചെറിയ ഇന്റർവ്യൂ പോലെയൊക്കെ അവർ നടത്തും. ആ ഇന്റർവ്യൂ നിങ്ങൾ നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, അതിന് നിങ്ങൾ നല്ല രീതിയിലൊക്കെ ഉത്തരം പറയുകയാണെങ്കിൽ അവർക്ക് ബോധ്യപ്പെടും നിങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ആണ് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളെ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വിടാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അനാവശ്യമായുള്ള കാര്യങ്ങളിൽ ടെൻഷൻ വേണ്ട. വന്നതിന് ശേഷം നിങ്ങൾ കയറുന്ന ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ദൈവം നടത്തി തരട്ടെ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന കമന്റുകൾ. നിങ്ങൾ ചെയ്തിരിക്കുന്ന കമന്റുകൾക്കുള്ള ഉത്തരങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ സംശയങ്ങൾ നമ്മൾ അറിയുന്നത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കമന്റ് ചെയ്യുന്നതിലൂടെയാണ്. ആ കമന്റ് വായിച്ച് ആ കമന്റിനുള്ള റിപ്ലൈകളാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ താഴെയും നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. ആ കമന്റുകൾക്കുള്ള ഉത്തരമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, പ്രസന്റ് സിറ്റുവേഷനിൽ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റോപ്പഡായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് വരും ദിവസങ്ങളിൽ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മെയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലുള്ള കുറേ ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. പിന്നെ ഒരു കാര്യം, സൗദിയിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ റെസിഡൻസിന്റെ കോപ്പി, നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പിയൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. നിങ്ങൾ പ്രസന്റ്ലി നിങ്ങൾ അത് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പ്രസന്റ് ഒരു 2025 തുടങ്ങിയിട്ടുള്ള വിസകളും കാര്യങ്ങളൊക്കെ വരാറായിട്ടില്ല. അതിൻ്റെയൊക്കെ പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വിസ വരാനായിട്ട് ഒരു 4 to 5 months എങ്കിലും ടൈം എടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനായിട്ടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ ഞാൻ അതിനുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ഒരു 200 ലൈക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നതോടെ വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ.